നമസ്കാരം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2020 ആണ്ടിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് പലവിധത്തിലുള്ള മാർഗതടസ്സങ്ങളും സ്വസ്ഥതക്കേടുകളും ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിലും സ്വന്തമായ കർമ്മമണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായ ഒരു അവസ്ഥയ്ക്ക് ഒരു വിരാമം വന്ന് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ജനുവരി 15-ാം തീയതി മുതൽ ഉണ്ടായിത്തീരും. ഏപ്രിൽ മാസം മുതൽ സ്വല്പം കൂടിയും അവസരങ്ങൾ വന്നു ചേരും. ഏത് പ്രകാരത്തിലും 2020 ഈ തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പലതും തുടങ്ങി വെച്ചതിന്റെ പരിണത ഫലവും അനുഭവ ഫലവും ഉണ്ടാകുവാനും തന്മൂലം സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകും. ജീവിത നിലവാരം വർദ്ധിക്കും. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു ഗൃഹം വാങ്ങിക്കുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. അഥവാ നിലവിലുള്ള ഗൃഹം നിലനിർത്തിക്കൊണ്ട് തന്നെ വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനുള്ള അവസരവും കൂടി ഉണ്ടായിത്തീരും. ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാധ്യത കാണുന്നു. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനിടവരും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസം, സമാധാനം എന്നിവ ഉണ്ടാകിത്തീരും. പദ്ധതി സമർപ്പണത്തിൽ അനുകൂലമായ വിജയം കൈവരിക്കും. പൊതുവെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള വിജയവും ജന അംഗീകാരവും അതിലുപരി ഗവൺമെന്റിൽ നിന്നുള്ള ചില ആനുകൂല്യങ്ങളും അംഗീകാരവും ഈ ഒരു വർഷം സാധിക്കുന്നതുമാണ്, ലഭിക്കുന്നതുമാണ്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുകയും പണം മുതൽ മുടക്കുകയും ചെയ്യുന്നതിന്റെ പരിണത ഫലം ഈ ഒരു വർഷം തന്നെ കണ്ടു തുടങ്ങുവാനുള്ള യോഗവും ഉണ്ട്. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധ്യത കാണുന്നു. അഥവാ ഏതൊരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെയും നിഷ്പ്രയാസം അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും സന്നദ്ധതയും പ്രവർത്തന തലത്തിലെത്തിക്കുവാൻ സാധിക്കും. മറ്റു ചിലർക്ക് സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ വേണ്ട വിധത്തിൽ അവലംബിക്കുവാനും അനുവർത്തിക്കുവാനുമുള്ള അവസരം ഉണ്ടായിത്തീരുന്നത് ഒരുപക്ഷെ ആശ്ചര്യത്തിന് വഴിയൊരുക്കുവാനും യോഗം കാണുന്നുണ്ട്. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി നിർത്തിവെച്ച ചില കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. മറ്റു ചിലർക്ക് അനുബന്ധ സ്ഥാപനം തുടങ്ങുവാനുള്ള അവസരം ഉണ്ടായിത്തീരും. വിദേശത്ത് നിന്ന് ജോലി നഷ്ടപ്പെട്ടവർക്ക് ആദ്യം ഒരു പുനർനിയമനമോ മറ്റൊരു ഉദ്യോഗത്തിനോ അവസരം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളിൽ വിപുലമാക്കുവാനുള്ള അവസരവും കൂടി ഉണ്ടായിത്തീരും. മറ്റു ചിലർക്ക് വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള സാധ്യത കാണുന്നു. പുത്രപൗത്രാദികളോടൊപ്പം അന്യരാഷ്ട്രത്തിൽ മാസങ്ങളോളം താമസിക്കുവാനുള്ള അവസരവും ഉണ്ടായിത്തീരുന്നത് വഴി സമാധാനം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതൊരു കാര്യവും തനതായ അർത്ഥവ്യാപ്തിയോടുകൂടിയും അതിന്റെ അന്തസത്ത മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി എന്നിവ ഉണ്ടായിത്തീരും എന്ന് മാത്രമല്ല, നഷ്ടപ്പെടുമെന്ന് കരുതുന്ന ചില അവസരങ്ങളെല്ലാം തന്നെ വീണ്ടുമായിട്ട് ലഭിക്കുന്നത് വഴി ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ ഇടയുണ്ട്. വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സ്വാംശീകരിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. എല്ലാ മേഖലകളിലും അഭൂതപൂർവമായ വളർച്ച അനുഭവപ്പെടുന്നത് വഴി ജീവിത നിലവാരം തന്നെ വർദ്ധിക്കുവാനുള്ള സാധ്യത കാണുന്നു. പ്രമേഹ, നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനുള്ള യോഗം കാണുന്നതിനാൽ വ്യായാമമുറകൾക്കും ഭക്ഷണ ക്രമീകരണങ്ങൾക്കും പ്രാധാന്യം നൽകുകയും പ്രകൃതി ആയുർവേദ ചികിത്സകൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പക്ഷം ഒരു പരിധിവരെ രോഗാവസ്ഥകളെ പരിഹരിക്കുവാനും അതിജീവിക്കുവാനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാൻ യോഗം കാണുന്നു. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി കൈവന്നു ചേരും. വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ചെയ്യുന്ന പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം തന്നെ അനുകൂലമായ വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങളെ അനശ്വരമാക്കുവാനുള്ള സാധ്യത കാണുന്നു. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും.
സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി സർവാത്മന സഹകരിക്കുകയും താല്പര്യമുള്ളവളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സഹകരിപ്പിക്കുകയും ചെയ്യുന്നതുവഴി കൃതാർത്ഥതയും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന മക്കളുടെ സാമീപ്യം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. വസ്തുവാഹന ക്രയവിക്രയങ്ങളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ഏതൊരു വിഷയങ്ങളെയും നിഷ്പ്രയാസം അതിജീവിച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും സഹകരണങ്ങൾക്ക് സഹായങ്ങൾ നൽകുവാനുമുള്ള അവസരം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശ ബന്ധമുള്ള കർമ്മ പദ്ധതികളിൽ മറ്റുള്ളവർക്ക് നിർദ്ദേശവും ഉപദേശവും കൊടുക്കുന്ന കർമ്മ പദ്ധതികളെല്ലാം ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് തന്നെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനുള്ള അവസരം എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. പൊതുവെ ഈ ഒരു വർഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുന്നത് വഴി സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാൻ സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മാർച്ച് മാസം 30-ാം തീയതി മുതൽ ജൂൺ മാസം വരെയുള്ള ജൂൺ 30-ാം തീയതി വരെയുള്ള 3 മാസത്തിൽ എല്ലാ കാര്യങ്ങളിലും സ്വല്പം ശ്രദ്ധയും സൂക്ഷ്മതയും അമിതമായുള്ള ആത്മവിശ്വാസം ഒഴിവാക്കിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്നതും ഒരു പരിധിവരെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ 2020 സാധിക്കുന്നതാണ്. നമസ്കാരം.